വാഹനാപകടത്തിൽ ഗുരുതര പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ വയലിനിസ്റ്റ് ബാലഭാസ്കറിന് ബോധമുണ്ടായിരുന്നതായി അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ അന്നുണ്ടായിരുന്ന ഡോക്ടർ ഫൈസലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ബാലഭാസ്കറിന്റെ അടുത്തേക്ക് പോയി സംസാരിച്ചത് ഞാനാണ്. അപ്പൊ ഞാൻ ചെന്ന് നോക്കുമ്പോഴത്തേക്കും പുള്ളിക്ക് ബോധം ഉണ്ടായിരുന്നു. ഞാൻ തിരിച്ചറിഞ്ഞ ബാലഭാസ്കർ എല്ലാം ചോദിച്ചു. പുള്ളി അതേന്ന് മറുപടി പറഞ്ഞു. എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ അതിനെപ്പറ്റി പുള്ളി വ്യക്തമായിട്ട് ഓർമ്മയില്ലായിരുന്നു. ആക്സിഡന്റ് ആണോ എന്ന് ഞാൻ എടുത്ത് ചോദിച്ചപ്പോഴത്തേക്കാണ് പുള്ളിക്കാരൻ ഉറങ്ങുമായിരുന്നെന്നും ഒരു വലിയ ശബ്ദം കേട്ടപ്പോഴാണ് എഴുന്നേറ്റത്, അത് മാത്രമേ ഓർമ്മയുള്ളൂ എന്നും പറഞ്ഞു. 2018 സെപ്റ്റംബർ 25 പുലർച്ചെ ദേശീയപാതയിൽ പള്ളിപ്പുറത്ത് വച്ചാണ് ബാലഭാസ്കർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത്. മകൾ തേജസ്വിനി ബാല അപകട സ്ഥലത്തും ബാലഭാസ്കർ ഒക്ടോബർ 2 ആശുപത്രിയിലും മരിച്ചു. ഏറെ കാലത്തിനു ശേഷമാണെങ്കിലും ഡോക്ടറുടെ മൊഴി നിർണായകമാണ്. ഹലോ, ഐ മുകേഷ് മാധവ്. ബാലഭാസ്കറിന്റെ കേസിൽ വീണ്ടും പുതിയ വഴിത്തിരിവ് വന്നിരിക്കുകയാണ്. അതായത് അർജുൻ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞത് മുതൽ വീണ്ടും സംശയത്തിന്റെ നിഴലിലായിരിക്കുകയാണ്. അതുപോലൊരു സംശയം തന്നെയാണ് ബാലഭാസ്കർ സംസാരിക്കുന്നില്ല എന്നുള്ളത്. എന്തുകൊണ്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുചെന്നപ്പോൾ ബാലഭാസ്കർ സംസാരിച്ചു, അനന്തപുരി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ സംസാരിക്കാതെയായി? പരിക്കേറ്റ ബാലഭാസ്കറിനെയും ഭാര്യ ലക്ഷ്മിയെയും ഒരുമിച്ചാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കാറിൽ കിടന്നുറങ്ങുകയായിരുന്നുവെന്നും അപകടത്തിൽപ്പെട്ട് തെറിച്ചു വീണതായും അദ്ദേഹം ഡോക്ടറോട് പറഞ്ഞു. കൈകൾക്ക് മരവിപ്പ് ബാധിക്കുന്നുവെന്നറിഞ്ഞ ബാലഭാസ്കർ ഭാര്യ ലക്ഷ്മിയുടെ ആരോഗ്യസ്ഥിതി തിരക്കി. 10 മിനിറ്റിനു ശേഷം ബന്ധുക്കളെത്തി ഇരുവരെയും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇപ്പോൾ മണ്ണന്തലയിലെ സ്വകാര്യ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ ഫൈസൽ ഇക്കാര്യം വ്യക്തമായി ഓർത്തെടുക്കുന്നു. ഇവിടെ മെഡിക്കൽ കോളേജിലെ ഡ്യൂട്ടി ഡോക്ടർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ബാലഭാസ്കർ എന്നോട് സംസാരിച്ചിരുന്നു, സംഭവ സമയത്ത് ഞാൻ ഉറങ്ങുകയായിരുന്നു, പെട്ടെന്നൊരു ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് എന്നും ബാലഭാസ്കർ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ സംശയം തോന്നുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ ബാലഭാസ്കർ അനന്തപുരി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ സംസാരിക്കാതെയായി. അവിടെ അച്ഛൻ തന്നെ പറയുന്നുണ്ട്, അവന് സംസാരിക്കാൻ കഴിയുന്നില്ല, അവൻ്റെ അടുത്ത് എന്താണ് സംഭവം നടന്നതെന്നും ചോദിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പലരും പറഞ്ഞൊരു കാര്യം, ബാലഭാസ്കറിന് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമായിരുന്നു. ബാലഭാസ്കറിന് സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. അതുപോലെ എടുത്ത് പറയേണ്ട കാര്യമാണ്, ആദ്യം ബാലഭാസ്കറിനെ കൊണ്ടുപോയത് മെഡിക്കൽ കോളേജിലേക്കാണ്. അവിടെ ചെന്നതിന് ശേഷം സ്കാനിങ്ങിന് വേണ്ടി പ്രവേശിപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ സ്കാൻ ചെയ്യാൻ വേണ്ടി കാര്യങ്ങൾ ആരംഭിച്ചപ്പോൾ, അതായത് കുടുംബക്കാരോടൊന്നും അന്വേഷിക്കാതെ തമ്പി തന്നെയാണ് ആ കാര്യം ചെയ്തത്. എന്തുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ സംശയം തോന്നാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, അനന്തപുരി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് തമ്പിക്ക് ഷെയറുള്ള ഹോസ്പിറ്റലാണ്, തമ്പിക്ക് അറിയാവുന്ന ഡോക്ടേഴ്സ് ഉള്ളതാണ്. അപ്പോൾ എല്ലാം തനിക്ക് നിയന്ത്രിക്കാമെന്നുള്ളൊരു കരുതലായിരിക്കാം തമ്പി അനന്തപുരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ കാരണം. ഇവിടെ ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്, തമ്പിയെ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തൊരു വ്യക്തിയാണ്, അതും ബാലഭാസ്കറിന്റെ മരണത്തിന് ശേഷം. അപ്പോൾ സംശയം തോന്നിക്കാം, ബാലഭാസ്കറിന്റെ മരണത്തിന് ശേഷമാണോ ഇതെല്ലാം തുടങ്ങിയെന്ന്. അങ്ങനെ ആവാൻ ഒരു വഴിയുമില്ല. ബാലഭാസ്കർ ഇരിക്കുമ്പോൾ തന്നെ ഇവർ സ്വർണം കടത്തിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഇപ്പോൾ സംശയിക്കേണ്ടത്. 2020-ലും 2021-ലുമായി നമ്മൾ ആദ്യമായി അറിഞ്ഞ്, അതായത് 2018 ആക്സിഡന്റ് നടക്കുന്നു, ലോക്കൽ പോലീസ് അന്വേഷണം നടക്കുന്നു, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തുടങ്ങുന്നു. ആ സമയത്തൊന്നും ചിത്രത്തിലില്ലാത്ത ഒരു ഭാഗമാണ് മെഡിക്കൽ കോളേജ് എന്നത്. മെഡിക്കൽ കോളേജിലേക്ക് ബാലുചേട്ടനെയും ലക്ഷ്മിയെയും അർജുനെയും ആംബുലൻസിൽ 108-ലും അല്ലാതെയുമുള്ള ആംബുലൻസിൽ കൊണ്ടുവന്ന സമയത്ത് അവിടെ ഒരു ഡോക്ടർ, ഒരു ജൂനിയർ ഡോക്ടറായിരുന്നു അദ്ദേഹം, വരുന്നു, കാണുന്നു, ഇവരുടെ അവസ്ഥകൾ മനസ്സിലാക്കുന്നു. ബാലഭാസ്കർ കോൺഷ്യസ് ആയിരുന്നു, അദ്ദേഹം സംസാരിച്ചു, സെൻസേഷൻ ഇല്ല എന്നുള്ളത് പറഞ്ഞു, കഴുത്തിന് താഴെ അറിയുന്നില്ല എന്നുള്ളത് പറഞ്ഞു. ഇവരുടെ ചികിത്സയ്ക്കായുള്ള സ്കാനിങ്ങും ലക്ഷ്മിക്ക് ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നു ആ സമയത്ത് തന്നെ. അപ്പോൾ ഇത്രയും പ്രൊസീജിയർ ആരംഭിച്ചതിൻ്റെ തൊട്ടുപുറകെ അവർ സ്കാനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങി തിരിച്ചു വരുന്നതിനിടെ ബന്ധുക്കൾ ഈ ആൾക്കാരെ കൊണ്ടുപോയി. ബാലുചേട്ടൻ നല്ല ഡ്രൈവർ എന്നുള്ളത് അവിടെ ഡോക്ടർ ഫൈസൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ആ കണ്ട ആള്. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഡ്രൈവർ മറ്റേയാളായിരുന്നു എന്ന് അദ്ദേഹത്തിനോട് ബാലുചേട്ടൻ തന്നെ പറഞ്ഞ കാര്യം പറയുന്നുണ്ട്. ഇവിടെ നിന്ന് ഇദ്ദേഹം പറയുന്നത്, ഡോക്ടർ ഫൈസലിൻ്റെ അന്നത്തെ മൊഴി, ഒരു മാധ്യമത്തിലാണ് ഡോക്ടർ ഫൈസൽ ആദ്യമായിട്ട് ഇക്കാര്യം പറയുന്നത്. ലോക്കൽ പോലീസോ അത് കഴിഞ്ഞ് വന്ന ക്രൈംബ്രാഞ്ചോ ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല, ഡോക്ടേഴ്സിന്റെ മൊഴി രേഖപ്പെടുത്തിയില്ല, വൂണ്ട് സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് വാങ്ങിച്ചിരുന്നില്ല. അപ്പോൾ ഇവിടെ സാധാരണക്കാരനായ ഒരു മനുഷ്യന് സംശയം തോന്നാം, എന്തുകൊണ്ട് തമ്പി ഇങ്ങനൊരു കാര്യം നടന്നതായിട്ട് പോലീസിനെ അറിയിപ്പിച്ചില്ല, എന്തുകൊണ്ട് മെഡിക്കൽ കോളേജിന്റെ ഡോക്ടറിന്റെ മൊഴി എടുത്തില്ല. സാധാ ലോക്കൽ പോലീസ് ആവട്ടെ, ക്രൈംബ്രാഞ്ച് ആവട്ടെ, ഇവർ രണ്ടുപേരും ആ ഡോക്ടറിന്റെ മൊഴി എടുത്തില്ല. കാരണം ബാലു ആക്സിഡന്റ് ആയതിനു ശേഷം ആദ്യമായിട്ട് സംസാരിക്കുന്നത് ആ ഡോക്ടറിന്റെ അടുത്താണ്. ആ ഡോക്ടറിനായിരിക്കും
ബാലു ആക്സിഡന്റിന് ശേഷം എന്താണ് കണ്ടീഷൻ എന്ന് മനസ്സിലാവുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ഈ ഡോക്ടറിന്റെ മൊഴി എടുത്തിരുന്നെങ്കിൽ, അന്ന് തന്നെ തമ്പി ഇങ്ങനൊരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അർജുൻ ആണ് ഡ്രൈവർ എന്ന് അന്ന് തന്നെ തെളിഞ്ഞേനെ. പക്ഷേ അതിന് സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് തമ്പിയുടെ പ്രവർത്തനം. പിന്നെയും അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, മെഡിക്കൽ കോളേജിൽ വെച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ബാലഭാസ്കർ പിന്നെ എന്തുകൊണ്ട് സംസാരിക്കാതെയായി? പിന്നെ അദ്ദേഹത്തിന്റെ സംസാരത്തിന് എന്ത് പറ്റി? അവിടെ അച്ഛന്റെ മൊഴിയിൽ നിന്നും സോഫിയുടെ മൊഴിയിൽ നിന്നും പല ആളുകളുടെ മൊഴിയിൽ നിന്നും അദ്ദേഹത്തിന് പിന്നെ സംസാരിക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല എന്നാണ് പറയുന്നത്. അച്ഛനോട് ഒരുപക്ഷെ സംസാരിച്ചുണ്ടായിരുന്നെങ്കിൽ അച്ഛന് ഈ സംശയങ്ങൾ ഉണ്ടാവുമായിരുന്നോ? ഇല്ലായിരുന്നു. അച്ഛനോട് ബാലഭാസ്കറിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഇല്ലെങ്കിൽ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ ഉണ്ടാവാതെ നോക്കിയത് ആ ഹോസ്പിറ്റലിലുള്ളവർ തന്നെയാണ്. അവിടെയും സംശയിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ആ ഹോസ്പിറ്റലിൽ ഷെയറുള്ള വ്യക്തി കൂടിയാണ് ഈ തമ്പി എന്ന് പറയുന്നത്. അതും അദ്ദേഹത്തിൻ്റെ സഹോദരിയായ പ്രിയ തന്നെ പറയുന്നുണ്ട്. ഇത് തമ്പി തന്നെ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പ്രിയ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും പ്രിയയുടെ ആ വാക്കുകളോട് നമുക്കൊന്ന് കേട്ടു നോക്കാം. വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ആരോപണമായിരുന്നു അവിടെ നിന്നുള്ള ഡിസിഷൻ എന്നുള്ളത്, അനന്തപുരി ഹോസ്പിറ്റലിലേക്ക് പോയതിൻ്റെ ഡിസിഷൻ. അതേ ചൊല്ലി തന്നെ ഞങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയ ക്രൈംബ്രാഞ്ച് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ട് തന്നെയില്ല, അവരുടെ മൊഴിയൊന്നും രേഖപ്പെടുത്തി തന്നെയില്ല. പിന്നെ എന്താണ് ഈ ലോക്കൽ പോലീസ് ഇത്രയും നാൾ അന്വേഷിച്ചത്? ഇനി ലോക്കൽ പോലീസിനും അൻവർ പറയുന്നത് പോലെ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? CBIയുടെ ഇതിലാണ്, അതായത് ക്രൈംബ്രാഞ്ചിന്റെ ഇതിൽ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞതിന് ശേഷമാണ് CBIയുടെ കേസിൽ ഈ കാര്യങ്ങൾ വരുന്നത്. അപ്പോഴും ഡോക്ടർ ഫൈസൽ കൃത്യമായിട്ട് ആ മൊഴിയെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്നുള്ളത് രേഖപ്പെടുത്തിയാണ് റിപ്പോർട്ട് പിന്നീട് നൽകിയത്. അതായത് ഇവർ വരുമ്പോഴത്തേക്കും തന്നെ ആൾക്കാരെ മൂവ് ചെയ്ത് കഴിഞ്ഞിരുന്നു അനന്തപുരി ഹോസ്പിറ്റലിലേക്ക്. കൊണ്ടുപോയ ആളെ പറ്റി നമുക്ക് സംസാരിക്കാം. പ്രകാശ് തമ്പി. ഇവിടെ പലർക്കും സംശയം തോന്നുന്നൊരു കാര്യമാണ്, തമ്പി കുടുംബമായിട്ട് വലിയ ബന്ധമില്ല, അല്ലെങ്കിൽ തമ്പി മാനേജരല്ല, തമ്പി കുറച്ച് പ്രോഗ്രാം മാത്രം കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ പല വ്യക്തികളുമുണ്ട്. തമ്പിക്ക് ഒരു ബന്ധവുമില്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അധികാരം തമ്പിക്ക് ആര് കൊടുത്തു? പ്രകാശ് തമ്പി എന്ന് പറയുന്ന വ്യക്തി ആരോടും കൺസൾട്ട് ചെയ്യാതെ, ബാലുചേട്ടൻ്റെ കുടുംബവുമായിട്ടോ ലക്ഷ്മിയുടെ കുടുംബവുമായിട്ടോ ഒന്നും കൺസൾട്ട് ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ തന്നെ തീരുമാനമായിട്ടാണ് അനന്തപുരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ഇതേ ചുറ്റുപറ്റി കുറേ ഊഹാപോഹങ്ങൾ പിന്നീട് കൊണ്ടുവരാൻ ശ്രമിച്ചുവെങ്കിലും അതൊക്കെ ഫെയിലായി. ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ KSRTC ബസ് ഡ്രൈവർ അജി പോലും ഇക്കാര്യം എടുത്തിടാനൊന്നും ശ്രമിച്ചു. ബാലഭാസ്കർ അവിടെ റോഡിൽ കിടക്കുന്ന സമയത്ത് തന്നെ എന്നോട് പറഞ്ഞിരുന്നു അനന്തപുരിയിലേക്ക് എന്നെ കൊണ്ടുപോകണം എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ എങ്ങും തൊടാതെ പറഞ്ഞതിന്റെ ഓഡിയോ ഒക്കെ എൻ്റെ പക്കലുണ്ട്. ആദ്യം തന്നെ അജിയെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടുമെന്നാണ് തോന്നുന്നത്. അജിക്ക് ഇങ്ങനെയുള്ള മൊഴി പറഞ്ഞു കൊടുത്തതാരാ, ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് തോന്നിയതാണോ, എന്തുകൊണ്ട് സ്വന്തമായിട്ട് തോന്നി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അജി കൊടുക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ അജിക്ക് എങ്ങനെ വിദേശത്ത് ജോലി കിട്ടി എന്നും ചോദിക്കേണ്ടത് തന്നെയാണ്. അതിനെക്കുറിച്ചൊക്കെ അന്വേഷണം നടന്നോ എന്നറിയില്ല, അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ റിപ്പോർട്ട് നോക്കുമ്പോൾ ഒന്നും കാണുകയുമില്ല. പക്ഷെ അതൊന്നും മൊഴിവാക്കേണ്ടി വന്നില്ലല്ലോ, കാരണം അദ്ദേഹം ആ ആളെ തന്നെ റിമൂവ് ചെയ്തിരുന്നല്ലോ കഴിഞ്ഞ ഇൻവെസ്റ്റിഗേഷന്റെ സമയത്ത്. അല്ല, ഇവിടെ കള്ളസാക്ഷി പറഞ്ഞെന്നും പറഞ്ഞ് സോബിക്കേറെ കേസ് കൊടുത്തല്ലോ. ഈ അജിക്കേറെ ആരും കേസ് കൊടുക്കാനില്ലായിരുന്നു? ഏറ്റവും വലിയ കള്ളം പറഞ്ഞേക്കുന്ന അജിയല്ലേ ഇപ്പോൾ. പക്ഷേ ഈ അജിക്കേറെ ആരും കേസ് കൊടുത്തിട്ടില്ല, പോലീസ് സ്വമേധയാ കേസ് എടുത്തിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും സോബിക്ക് മാത്രം അങ്ങോട്ട് കേസ് വന്നത്? അപ്പോൾ പ്രകാശ് തമ്പിയുടെ തീരുമാനമായിരുന്നു ഇങ്ങോട്ട് മാറ്റുക എന്നുള്ളത്. അതിന് കാരണം അദ്ദേഹം പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അവിടെയാണ് കിട്ടുക, അനന്തപുരിയിലാണ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ കുടുംബവുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉന്നയിച്ചതാണ്, അത് ചർച്ചയായതും. ഹോസ്പിറ്റലിൽ, അതായത് ആ ഹോസ്പിറ്റൽ ചൂസ് ചെയ്തതിന് കാരണം പ്രകാശ് തമ്പി എന്നോട് നേരിട്ട് പറഞ്ഞത്, ഹോസ്പിറ്റലിൽ വെച്ച് നേരിട്ട് പറഞ്ഞത്, അവിടെയുള്ള ഡോക്ടേഴ്സ്, മെയിൻ ഡോക്ടേഴ്സ്, ആ ഫാമിലി, ഡോക്ടർ മാർത്താണ്ഡപിള്ള, അദ്ദേഹത്തിൻ്റെ മക്കൾ 2 പേര്, ഡോക്ടർ ആനന്ദ് ആൻഡ് ഡോക്ടർ കമല ചേച്ചി, ആനന്ദ് ചേട്ടൻ, ഇവരുമായിട്ടൊക്കെ എനിക്ക് കുഞ്ഞിലേ മുതലുള്ള ബന്ധമാണ്. പിന്നെ അവിടെയുള്ള ഷെയർ ഹോൾഡറായിട്ടുള്ള മറ്റൊരു വ്യക്തിയുടെ മകൻ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അപ്പോൾ എനിക്ക് ഏത് സമയവും വളരെയധികം ആക്സസ് ഉള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് അദ്ദേഹം എന്നോട് ഒരു സാഹചര്യത്തിൽ പറഞ്ഞിരുന്നു. കാരണം ഒരു ഘട്ടം എത്തിയപ്പോൾ എല്ലാവരും ചുമ്മാ ICUവിൽ കയറി ഇറങ്ങുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ അതിന് വിലക്ക് ഏർപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് ബന്ധുക്കളായവർ മാത്രം കയറുക എന്നുള്ള ഫേസ് ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ലക്ഷ്മിയുടെയും അർജുൻ്റെയും ബാലുചേട്ടൻ്റെയും ഫേസ് ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ബന്ധുക്കൾ മാത്രം കയറുക എന്ന് പറഞ്ഞ ഒരു ഘട്ടത്തിലാണ് ഇത് കാരണം ഒരല്പം ഈഗോ ഹേർട്ടായ അതുകൊണ്ടായിരിക്കാം സമയം തമ്പി ഇതൊക്കെ എന്നോട് പറഞ്ഞത്. ആ സമയം ഹോസ്പിറ്റലിൽ തന്നെയാണ്, ഈ ICU ഇറങ്ങി വരുന്ന സമയത്ത് ഞങ്ങൾ ഡോക്ടേഴ്സുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ തമ്പിക്ക് ആ ഹോസ്പിറ്റലിൽ ഷെയർ ഉണ്ടോ എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവ് തന്നെ ഈ പ്രിയ തന്നെയാണ്. പ്രിയയോട് തമ്പി പറഞ്ഞു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും തമ്പിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ചില കാര്യങ്ങളൊക്കെ സംശയം തോന്നിക്കുന്നുണ്ട്. ബാലഭാസ്കർ അപകടത്തിന് മുമ്പ് ഒരു ജ്യൂസ് കുടിച്ചു എന്ന് പറയുന്നുണ്ട്. അത് ബാലഭാസ്കറിൻ്റെ മയക്കത്തിന് കാരണമായോ,
എന്നൊന്നും അന്വേഷിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഡ്രൈവറായ അർജുൻ മദ്യപിച്ചിട്ടുണ്ടോ, ഇനി മറ്റെന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും അറിയില്ല. അങ്ങനെയുള്ള പരിശോധനകൾ നടത്തിയോ എന്നും അറിയില്ല. തമ്പി അങ്ങനെ ഒരു സ്വന്തം നിലയ്ക്ക് ഒരു തീരുമാനം എടുത്തു എന്ന് പറയുമ്പോഴും ഈ ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ സംശയം വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലാണ്. അവിടെ സ്വാഭാവികമായിട്ടും ഒരു MLC വന്നാൽ, ഒരു മെഡിക്കൽ ലീഗൽ കേസ് വന്നാൽ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കൃത്യമായ സമയം രേഖപ്പെടുത്തണം, അവിടെ ഡ്രൈവർ ആരാണെന്നുള്ളത് രേഖപ്പെടുത്തണം, ഡ്രൈവേഴ്സിൻ്റെയും പാസഞ്ചേഴ്സിൻ്റെയും അവസ്ഥ എന്താണെന്നുള്ളത് അനലൈസ് ചെയ്യണം. അതായത് ബ്ലഡ് ടെസ്റ്റ് നടത്തണം, ബവൽ ടെസ്റ്റ് നടത്തണം, ഡ്രങ്കൺ ഡ്രൈവിംഗ് ആയിരുന്നോ എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇതൊന്നും അവിടെ പാലിക്കപ്പെട്ടിരുന്നില്ല. അവിടെ ആദ്യം അറ്റൻഡ് ചെയ്ത ഒരു ഡോക്ടർ ഞങ്ങളുടെ പേഴ്സണൽ പരിചയമുള്ളത് കൊണ്ട് മാത്രം ഡോക്ടർ ടു ഡോക്ടർ കോൺവെർസേഷനിൽ പറഞ്ഞതാണ് 4:10 മോളെ കൊണ്ടുവന്നു എന്നുള്ളത്. ഈ 4:10 എന്നുള്ളത് പിന്നീട് രേഖകളിലേക്ക് വന്ന സമയത്ത്, അതായത് വിവാദങ്ങളൊക്കെ വന്നതിന് ശേഷം രേഖകളിലേക്ക് വന്ന സമയത്ത് സമയം മാറുകയുണ്ടായി. അപ്പോൾ അവസാനമുള്ള രേഖയിൽ മറ്റൊരു സമയമാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നല്ലോ, 3:30 ഇതേപ്പറ്റി അറിഞ്ഞ ആളുകളുണ്ട്. കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി ഇത് ആരാണ്, ആരുടെ കുഞ്ഞാണ്, ഇതൊന്നും അറിവില്ല. എന്നിട്ട് പോലും അതങ്ങനെ തന്നെ അറിഞ്ഞ ആൾക്കാർ 3:30 ശേഷം 4 മണിക്കുള്ളിൽ തന്നെ അറിഞ്ഞ, അല്ലെങ്കിൽ 4-5 മുന്നേ അറിഞ്ഞ ആൾക്കാർ മറ്റുള്ളവരുണ്ട്, ഫ്രണ്ട്സൊക്കെ ഉണ്ട് എന്നുള്ളതും മൊഴികളിലുണ്ട്. 3:30 ആദ്യത്തെ കോൾ എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 4:10 എന്നുള്ള രേഖ അത് മാറി അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടുള്ളൊരു സമയമായി. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചോദ്യം ചെയ്യാതെ നിവൃത്തി ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഈ മാറ്റങ്ങളെക്കുറിച്ച്. അതുപോലെ ICUവിൽ എല്ലാവരും കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു. അന്ന് ഇദ്ദേഹത്തിന് പരിചയമുള്ള, ഈ പ്രകാശ് തമ്പിക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ കൽപ്പന, അവരവിടെയല്ല ജോലി ചെയ്തിരുന്നത്. സുശ്രുത മെഡിക്കൽ കോളേജ്, സുശ്രുത ക്ലിനിക് എന്ന് പറഞ്ഞിട്ട് പോത്തൻകോട് അവരൊരു ക്ലിനിക്ക് നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ഡോക്ടറാണ്. പക്ഷെ അവർക്ക് ഇവിടെ നല്ല ഹോൾഡ് ഉള്ളതുകൊണ്ട് അവർ വഴി കുറേയേറെ പേർ ICUവിൽ കയറുന്നുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യ ദിവസങ്ങളിലെ ഇൻഫർമേഷൻ. ഇത് തമ്പിയും ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്. അവർക്കറിയാം, അവർ വഴി ഉണ്ട്, ഞങ്ങൾക്ക് ആക്സസ് ഉണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ സംശയം തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ബാലഭാസ്കർ ഇവരോടൊന്നും സംസാരിച്ചില്ലയോ? എല്ലാ കാര്യങ്ങളും അറിയാവുന്ന അച്ഛൻ്റെ കൂടെ പോലും ബാലഭാസ്കർ എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ പറഞ്ഞില്ല? എന്തുകൊണ്ട് അനന്തപുരി ഹോസ്പിറ്റലിൽ വെച്ച് ബാലഭാസ്കറിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സംശയം തോന്നിക്കുന്നത് തന്നെയാണ്. അച്ഛൻ എന്തെങ്കിലും ബാലഭാസ്കറിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ അച്ഛൻ ഈ സംശയം ഉണ്ടാവുമായിരുന്നു. അത് സംശയം തോന്നിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വേണമെങ്കിൽ അത് മറ്റൊരർത്ഥത്തിൽ എടുക്കാം. ബാലഭാസ്കറിന്റെ കുടുംബവും ബാലഭാസ്കറും സംസാരിക്കുന്നതിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നോ? ബാലഭാസ്കറും കുടുംബവും സംസാരിക്കണ്ട എന്ന് ആരെങ്കിലും മുൻകൂട്ടി ചിന്തിച്ചുറപ്പിച്ചിരുന്നോ? ഇവിടെ വ്യക്തമാണ്, ബാലഭാസ്കർ കുടുംബത്തിനോട് സംസാരിച്ചിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, ഡ്രൈവർ അർജുൻ ആണ് എന്ന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ സംശയങ്ങളൊന്നും കുടുംബത്തിന് വരേണ്ട ആവശ്യമില്ല. ഇവിടെ വ്യക്തമാവുന്നത് അത് തന്നെയാണ്. ബാലഭാസ്കർ ഇവരോടൊന്നും സംസാരിച്ചിട്ടില്ല, ഇല്ലെങ്കിൽ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല, ഇല്ലെങ്കിൽ സംസാരിക്കാനുള്ള അനുമതി കൊടുത്തിരുന്നില്ല, ഇല്ലെങ്കിൽ സംസാരിക്കാനുള്ള സമയം ഉണ്ടാക്കി കൊടുത്തില്ല എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. ഇതിലൊരിക്കൽ പോലും ശ്രദ്ധിക്കേണ്ടതാണ്, ലക്ഷ്മിയെക്കുറിച്ച് അവരാരും കുറ്റം പറഞ്ഞിട്ടില്ല. ലക്ഷ്മിയെ തന്നെ കളിപ്പിക്കുകയാണോ എന്ന് തന്നെയാണ് അവരുടെ സംശയം. എന്തായാലും ബാലഭാസ്കറിന്റെ മരണത്തിലെ സംശയങ്ങൾ തീരുന്നില്ല. അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്കും ഓക്കെ, ബൈ, സി യു. Oh